അതിന്റെ ഓഡിയോ മാറ്റിയിട്ട് കുറച്ച് വീഡിയോ അങ്ങ് എഡിറ്റ് ചെയ്ത് നിന്റെ സൂര്യനെ ഞാൻ കൊടുക്കും. അല്ലെങ്കിൽ വേണ്ട, നെറ്റിലിടാല്ലേ? പണ്ടത്തെ മസാലപ്പടത്തേക്കാൾ സൂപ്പറായിട്ട് ഓടും നെറ്റിലിത്. എന്ത് പറയുന്നു ദേവു? ഭദ്ര, എന്നെയും എന്റെ സൂര്യേട്ടനെയും അപമാനിക്കരുത്. ഞങ്ങളുടെ ജീവിതം തകർക്കരുത്. ഈ കണ്ണീര് ഭദ്രൻ എടുത്തേനെ. നീ കുറ്റാന്വേഷണ വിദഗ്ധ കളിക്കാനായിട്ട് എന്റെ റൂമിൽ കയറുന്നതിന് മുമ്പായിരുന്നെങ്കിൽ നിന്നോട് ചെറിയൊരു സിമ്പതി മനസ്സിന്റെ കോണിൽ എവിടെ ഉണ്ടായിരുന്നോട് ഇപ്പൊ പോയി കിട്ടി. നിന്റെ ഭാവി ഇനി ഭദ്രനൊന്ന് തീരുമാനിക്കട്ടെ. പൂമംഗലം വീട് പണയപ്പെടുത്താനോ? ഇല്ല കാർത്തികേ, ഞാനതൊരിക്കലും ചെയ്യില്ല. എന്റെ അച്ഛനെയും അമ്മയും ചതിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ കഴിയുന്നതിനേക്കാൾ നല്ലത് ഞാൻ ആത്മഹത്യ ചെയ്യുന്ന തന്നെയാ. അവരെ ദ്രോഹിച്ചിട്ട് ഒരു കുടുംബജീവിതം എനിക്ക് വേണ്ട. എന്നാ നീ ഒരു കാര്യം ചെയ്യും, എല്ലാ കാര്യങ്ങളും പോയി നിന്റെ അച്ഛനോടും അമ്മയോടും പറ. എന്നിട്ട് സൂര്യനോടും പറ. അപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവുമല്ലോ. നീ എന്താ കാർത്തിക ഈ പറയുന്നത്? നടന്നതൊക്കെ അവരെല്ലാം അറിയിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാലോ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭദ്രന് പണം കൊടുക്കാൻ തൽക്കാലം പൂമംഗലം പണയപ്പെടുത്താൻ. ആ വീട് തിരിച്ചെടുക്കാൻ പറ്റാതെ വന്നാ എന്റെ അച്ഛനെ അമ്മയും തെരുവിലേക്ക് ഇറക്കിയെന്നുള്ള പേരുദോഷം കൂടി എനിക്ക് വരും. നീ കൂടുതൽ കാട് കയറി ചിന്തിക്കല്ലേ. അധികം താമസിയാതെ ആ വീട് നമുക്ക് തിരിച്ചു പിടിക്കാം. അതിനെന്തെങ്കിലും ഒരു വഴി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. നിനക്കെന്നെ വിശ്വാസമില്ലേ? നിന്റെ ജീവിതമെന്നും സന്തോഷത്തോടെ കാണാൻ വേണ്ടിയാ തൽക്കാലം വീട് പണയം വെക്കാൻ ഞാൻ പറഞ്ഞത്. നീയോ ആ വീടുമായിട്ടുള്ള സെന്റിമെന്റ്സ് ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് കരുതിയാ മതി. കൂടുതലൊന്നും ചിന്തിക്കണ്ട. ഞാൻ പറയുന്നത് പോലെ ചെയ്യ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് ഒരു രേഖയും കൊടുക്കാതെ ആരും 25 ലക്ഷമൊന്നും തരില്ല. അന്ന് ആ ശങ്കരൻ തമ്മിയുടെ ഫിനാൻസിൽ പോയപ്പോഴുള്ള അനുഭവം നീ മറന്നിട്ടില്ലല്ലോ. രേഖകളൊന്നുമില്ലാതെ പണം ആവശ്യപ്പെടുമ്പോ അവരുടെ നോട്ടം മറ്റു പലതും ആയിരിക്കും. അതിലും നല്ലത് വീട് പണയം വെക്കുന്നത് തന്നെയല്ലേ? പക്ഷെ അമ്മയുടെ ഒപ്പ് ഞാൻ എന്തു പറഞ്ഞു മേടിക്കുക? അതിനുള്ള വഴിയൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഇതൊന്നും സൂര്യൻ അറിയരുത്. അത് മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് നീ തന്നെ പറയാ. എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം.
നീ വാ വാ ദേവു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അമ്മയെക്കൊണ്ട് പേപ്പറുകളിൽ ഒപ്പ് വാങ്ങിക്കുമ്പോൾ ഇതിനിടയിൽ വെച്ചിരിക്കുന്ന ഈ മുദ്രപത്രത്തിലും കൂടി ഒപ്പ് വാങ്ങിക്കണം. വിഷമിച്ചിട്ട് കാര്യമില്ല ദേവു. ഇതല്ലാതെ ഇപ്പൊ നമ്മുടെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. നീ ചെല്ല്. ചെല്ല് ദേവു. മോളെ, ഞാൻ ഇറങ്ങാ. അമ്മ ഇപ്പൊ തന്നെ പോണോ? ഞാനല്ലാതെ അവിടെ ഹരിയേട്ടന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേറെ ആരാ ഉള്ളത്? തനിച്ചൊരു ചായ ഉണ്ടാക്കാൻ പോലും അറിയാത്ത ആളാ. എല്ലാത്തിനും എന്റെ കൈ തന്നെ എത്തണം. കുറച്ചു ദിവസം ആളില്ലാതെ ഇരുന്നതല്ലേ, വീടും പറമ്പും ഒക്കെ വൃത്തിയാക്കണം. ഇപ്പൊ തന്നെ മുറ്റമൊക്കെ കരിയില കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. അത് കാണുന്ന തന്നെ നിന്റെ അച്ഛന് വലിയ വിഷമാ. അച്ഛന് മാത്രമല്ല, എനിക്കും. ജീവിതത്തിൽ പല കഷ്ടപ്പാടുകൾ ഉണ്ടായപ്പോഴും വീടിനെ തൊട്ട് കളിക്കാൻ നിന്റെ അച്ഛൻ അനുവദിച്ചിട്ടില്ല. നമ്മുടെ അശ്രദ്ധ കൊണ്ട് വീട് നശിച്ചു പോവാൻ പാടില്ലെന്നാ അച്ഛൻ എപ്പോഴും പറയുന്നേ. അതുമാത്രല്ല, ആ വീട്ടിൽ താമസിക്കുമ്പോ കിട്ടുന്ന മനസ്സുഖം ഉണ്ടല്ലോ, അതിന് എത്ര വലിയ കൊട്ടാരത്തിൽ താമസിക്കുമ്പോഴും ഉണ്ടാവില്ല. ആ, ഇവിടെ ഇപ്പൊ നിന്റെ കാര്യങ്ങൾ നോക്കാൻ കാർത്തികയും ഗൗരിയൊക്കെ ഉണ്ടല്ലോ. ഞാൻ നോക്കുന്നതിനേക്കാൾ കാര്യമായിട്ട് തന്നെ നിന്റെ കാര്യങ്ങൾ കാർത്തിക ശ്രദ്ധിച്ചോളും, അതെനിക്ക് ഉറപ്പാ. എന്താ കയ്യില്? അത് അമ്മയ്ക്ക് അന്നൊരിക്കലൊരു നെഞ്ചുവേദന വന്നത് ഓർമ്മയില്ലേ? അന്നേ കരുതിയതാ അമ്മയുടെ പേരിൽ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണമെന്ന്. ഇത് അതിനുള്ള ഫോംസാ. എനിക്കെന്തിനാ മോളെ ഇപ്പോഴൊരു മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ? നമ്മളൊക്കെ ഇനിയിപ്പോ എത്ര കാലത്തേക്കാ? പ്രായമായിട്ട് വരുമ്പോഴല്ലേ അമ്മ അസുഖങ്ങളൊക്കെ നമ്മളെ കൂട്ടുപിടിക്കുന്ന. അപ്പോൾ ഇതുപോലെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ ഏത് വലിയ ഹോസ്പിറ്റലിലും പോയി വേണമെങ്കിലും നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാമല്ലോ. അമ്മ ഈ പേപ്പറിലൊന്ന് സൈൻ ചെയ്യുമോ? അമ്മ ഇത് എവിടെ പോകാനുള്ള തയ്യാറെടുപ്പില്ല? അച്ഛനെ പോലെ അമ്മയ്ക്ക് തീർത്ഥാടനത്തിന് വല്ലതും പോകാനുള്ള പരിപാടി ഉണ്ടോ? കുറച്ച് ദിവസമായില്ലേ മോനെ പൂമംഗലത്തേക്കൊന്ന് പോയിട്ട്. ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. അവിടെ ഇവളുടെ അച്ഛൻ തനിച്ചല്ലേ ഉള്ളൂ. എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയാൽ പോലും ഒരു കൈസഹായത്തിന് അവിടെ ആരുമില്ല. അല്ല, ഇതെന്താ അമ്മയുടെ കയ്യില്? മോള് എനിക്ക് വേണ്ടി ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാൻ പോവാ. അതിന്റെ ഫോമാ. ഒപ്പിട്ട് കൊടുത്തു. ഓ, നല്ല കാര്യമല്ലേ. മെഡിക്കൽ ഇൻഷുറൻസ് ഏത് കമ്പനിയുടേതാ? അത് പിന്നെ ആ, ഹലോ. ആ, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങുക. വരുമ്പോൾ ഞാൻ ഓഡിറ്ററെ കയറി കണ്ടോളാം. ശരി. ആ ദേവു, ഞാനേ ഇറങ്ങുക.
എനിക്ക് നമ്മുടെ ഓഡിറ്ററുടെ ഓഫീസർ ഒന്ന് പോകണം. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. അമ്മ ഇറങ്ങുവാണോ? എന്നാ ഞാൻ ടാക്സി കിട്ടുന്നിടത്ത് കൊണ്ടാക്കാം. വാ. ആ ആ ശരി മോളെ. ബാഗ് എനിക്കറിയാം ദേവു, നിന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. ഞാൻ ആലോചിച്ചിട്ട് പൂമംഗലം പണയപ്പെടുത്താതെ പണം സംഘടിപ്പിക്കാൻ വേറെ വഴിയൊന്നും കണ്ടില്ല. സാരമില്ല, ആ വീട് വേഗം തിരിച്ചെടുക്കാൻ എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരാതിരിക്കില്ല. ദേവു, ഞാൻ കുറേ ആലോചിച്ചു. പേടിക്കണ്ട, ആലോചന മുഴുവൻ ദേവുവിനെ കുറിച്ച് തന്നെയാണ്. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ആദ്യം കണ്ടില്ലേ ദേവുവിനെ, അതിനുശേഷം ദേവു തന്നെയാ എപ്പോഴും എൻ്റെ മനസ്സിൽ, ഊണിലും ഉറക്കത്തിലും എല്ലാം. എന്തിന് ഒരു സിനിമ കണ്ടാൽ അതിലെ ഹീറോയിൻ ദേവു ആണെന്ന് തോന്നും. വഴിയിൽ കാണുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ദേവുവിൻ്റെ മുഖമാണ്. എന്തിനധികം ഒരു സ്വപ്നം കാണാമെന്ന് വെച്ചാൽ അതിലും ദേവു തന്നെ, പകലും രാത്രിയും ഒക്കെ. അങ്ങനെ ഒരു രക്ഷയില്ലാതെ വന്നപ്പോഴാ ഞാൻ ആ കാട്ടുമുക്കിന്ന് കെട്ടും പൊട്ടിച്ച് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇങ്ങനെ അടിമവേഷവും കെട്ടി നിൽക്കുന്നത് ദേവുവിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനുള്ള കൊതി കൊണ്ട് തന്നെ. ദേവു വെച്ച് വിളമ്പുന്ന ഭക്ഷണം കഴിക്കണം. പിന്നെ പിന്നെയുള്ളതൊക്കെ ഞാൻ തൽക്കാലം അങ്ങ് വിടുക. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കിഷ്ടമാണ് എനിക്ക് ദേവുവിനെ. പക്ഷെ ദേവു ഇന്നലെ കാണിച്ച അതിബുദ്ധി ഉണ്ടല്ലോ, അതെനിക്ക് മനസ്സിൽ നിന്ന് അങ്ങ് പോകുന്നില്ല. എന്താ ഇപ്പൊ ചെയ്യുക? ഒരു കാര്യം ചെയ്യാം. അറിവില്ലായ്മ കൊണ്ട് കുട്ടികൾ ഒരു തെറ്റ് ചെയ്താൽ അവരെ ഉപേക്ഷിച്ച് കളയില്ലല്ലോ നമ്മൾ. ഉദാഹരണമായിട്ട് നമ്മുടെ മോൻ വളർന്നു വരുമ്പോൾ എന്തെങ്കിലും ഒരു കന്നന്തെരുവ് കാണിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? എന്തെങ്കിലും ചെറിയൊരു ശിക്ഷ കൊടുക്കും. പിന്നെയും അവനത് ആവർത്തിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എന്റെ ദേവൂട്ടിക്ക് ചെറിയൊരു ശിക്ഷ. 25 ലക്ഷം രൂപ സംഘടിപ്പിക്കാൻ ഞാൻ ദേവുവിന് 10 ദിവസമല്ലേ തന്നിരുന്നത്. അത് ഞാൻ അങ്ങ് പിൻവലിക്കുക. 2 ദിവസത്തിനുള്ളിൽ കിട്ടണം എനിക്ക് പണം. കളിച്ചതേ തീയോടാണെന്ന് നീ എന്നും ഓർക്കണം.
2 ദിവസത്തിനുള്ളിൽ പണം കൊടുക്കണമെന്ന് അവൻ പറയുന്നത്. അല്ലെങ്കിൽ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അവനാണെന്നും പറഞ്ഞ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുക. ഞാനിപ്പോ എന്ത് ചെയ്യാനാ കാർത്തിക? ആത്മഹത്യ ചെയ്താലും എന്റെ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അവൻ എന്റെ കുടുംബത്തെ നാണം കെടുത്തുന്ന പറയുന്നത്. ചത്താലെങ്കിലും സമാധാനം കിട്ടുമെന്ന് കരുതിയ അതിനും അവൻ അനുവദിക്കില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. സൂര്യൻ ഇവിടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനോ മറ്റോ കാശ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് ഏതോ ബിസിനസ് ആവശ്യത്തിനായിട്ട് സൂര്യൻ ആർക്കോ കൊടുക്കാൻ മാറ്റി വെച്ചിരിക്കുന്നതാ. ഏകദേശം എത്ര രൂപ ഉണ്ടാവും? ഒരു 10-30 ലക്ഷം രൂപ വരുമായിരിക്കും. എന്താ കാർത്തിക? ഇപ്പൊ സൂര്യന്റെ മുന്നിൽ നിന്റെ മാനം പോകാതിരിക്കണമെങ്കിൽ ഭദ്രം പറഞ്ഞ പണം എങ്ങനെയെങ്കിലും കൊടുത്തേ പറ്റൂ. സൂര്യൻ കാര്യങ്ങളോ മറ്റോ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ഓർത്തിട്ട് ഒരു സമാധാനമില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. സൂര്യൻ വെച്ചിരിക്കുന്ന പണം എടുത്ത് ഭദ്രനെ കൊടുക്കാം. ഇത്രയും വലിയൊരു തുക കിട്ടിക്കഴിഞ്ഞ പിന്നെ അവനീ നാട്ടിൽ നിൽക്കില്ല, എങ്ങോട്ടെങ്കിലും പോയിക്കോളും. അതോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. എന്താ കാർത്തിക നീ പറയുന്ന? സൂര്യയിട്ട് വച്ചിരിക്കുന്ന പണം എടുത്ത് ഭദ്രന് കൊടുക്കാനോ? ദേ, അങ്ങനെയൊന്നും ആലോചിക്കുക പോലും ചെയ്യരുത്. ആ വൃത്തികെട്ടവൻ കാരണം ഞാൻ എന്റെ സൂര്യേട്ടനറിയാതെ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്. ഇനി എനിക്ക് വയ്യ ആ പാവത്തിന് ഇങ്ങനെ പറ്റിക്കാൻ. അന്നേ ഞാൻ എല്ലാ സൂര്യേട്ടനോട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ആദ്യം സൂര്യേട്ടൻ അറിയാതെ ആഭരണങ്ങൾ എടുത്ത് പണയം വെച്ച് കാശ് കൊടുത്തു. പിന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള 10 ലക്ഷം അവൻ കൊണ്ടുപോയി. ഇനി സൂര്യേട്ടൻ കൊണ്ടുവച്ചിരിക്കുന്ന കാശ് കൂടി എടുത്ത് ആ വൃത്തികെട്ടവന് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കാർത്തിക. അത് ഞാൻ എന്റെ സൂര്യേട്ടനോട് കാണിക്കുന്ന വലിയ ദ്രോഹമാവും. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമ്മുടെ മുന്നിൽ സമയം കുറവാ. 2 ദിവസത്തിനുള്ളിൽ 25 ലക്ഷം രൂപ കൊടുക്കാം. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? പണം കൊടുത്തില്ലെങ്കിൽ ഇനി അവൻ നിന്നോട് ഒരു ദയം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോടതിയിലെ കേസോ മറ്റോ ഫയൽ ചെയ്താ ഇത്രയും നാളെ നമ്മൾ പിടിച്ചു നിന്നതൊക്കെ വെറുതെ ആവില്ലേ? ഈ പറഞ്ഞ 25 ലക്ഷം രൂപ കൊടുത്ത് അവൻ അടങ്ങിയിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കാർത്തികേ? അവൻ പിന്നെ ചോദിക്കുന്നത് 50 ലക്ഷം രൂപയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ പോയാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ സത്യങ്ങളും സൂര്യേട്ടനോട് പറയുന്നത് തന്നെ നല്ലത്. ഇപ്പൊ അവൻ ചോദിച്ച് 25 ലക്ഷം രൂപ കൊടുക്കാം. എന്നിട്ടും അവൻ അടങ്ങിയില്ലെങ്കിൽ അത് അപ്പോഴല്ലേ? പിന്നെ അവൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ നോക്കിക്കോളാം. നിന്റെ ജീവിതത്തിൽ ഒരു കുഴപ്പവും വരാതിരിക്കാനാ ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കുന്നത്. നിന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയില്ലെങ്കിൽ ഈ കാർത്തികയല്ല. പ്ലീസ് ദേവു, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. ആ പണം നീ എടുത്താലല്ലേ പ്രോബ്ലം ആകൂ. ഏതെങ്കിലും കള്ളം കയറി ആ പണം എടുത്തോണ്ട് പോയെന്ന് ക്രിയേറ്റ് ചെയ്താ പോരെ? നീ എന്തായി പറയുന്നത്? അതെങ്ങനെ പറ്റും? അതിനൊരാളുണ്ട്. അവനെ വെച്ച് ഞാനത് ഈസി ആയിട്ട് ഡീൽ ചെയ്തോളാം.
ഇത് വാസു, മൂങ്ങ വാസു എന്ന് പറയും. ഇവിടുത്തെ ആസ്ഥാന കള്ളന. എന്നാലും അതിന്റെ അഹങ്കാരമൊന്നുമില്ല. മാഡം എന്താ വിളിച്ചത്? ഒരു പണിയുണ്ട് വാസു. ഒരു വീട്ടിൽ നിന്ന് കുറച്ച് കാശ് പൊക്കണം. അതാണല്ലോ നമ്മുടെ പണി. വീട് ഏതാണെന്ന് പറഞ്ഞാ മതി. ഇവളുടെ വീട് തമ്പുരാൻ മഠം. കാർത്തികേ, നീ പേടിക്കണ്ട, ഇതെല്ലാം ഞാൻ ഡീൽ ചെയ്തോളാം.